ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു എന്നും അലൈഹിസ്സലാം എന്നും നമ്മൾ പറയും. ആ മഹാനവറുകൾ പറയുകയാണ്, 4000 നബിമാർക്ക് ഖിദ്മത്ത് എടുക്കാനുള്ള ഭാഗ്യം അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. ആ 4000 നബിമാരിൽ നിന്ന് ഞാൻ കേട്ട ഒരുപാട് മൊഴിമുത്തുകളുണ്ട്, ഒരുപാട് നല്ല നല്ല സതുപദേശങ്ങളുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട തെരഞ്ഞെടുത്ത 8 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം അലൈഹിസ്സലാം നമ്മളോട് പറയുകയാണ്. ഒന്നാമതായി മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത്, മോനെ, നീ അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ നല്ല ഹൃദയ സാന്നിധ്യമുള്ളയാളായി മാറണേ. നിന്റെ ചിന്തകളിലെ അനാവശ്യമായ ചിന്തകൾ വരണ്ട. നിന്റെ ഖൽബൊന്ന് നീ നന്നാക്കണേ. അല്ലാഹുവിന്റെ മുന്നിലാണെന്ന വലിയ ബോധം നിനക്ക് ഉണ്ടാകണേ. ഇത് എന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് ചിന്തിച്ചാൽ, ഇത് എന്റെ അവസാനത്തെ ഫാത്തിഹയാണെന്ന് ചിന്തിച്ചാൽ, ഇത് എന്റെ അവസാനത്തെ റക്അത്താണെന്ന് ചിന്തിച്ചാൽ, ഇത് എന്റെ അവസാനത്തെ സുജൂദാണെന്ന് ചിന്തിച്ചാൽ, ഏതൊരാളുടെ നിസ്കാരത്തിലും ഹൃദയ സാന്നിധ്യം കൊണ്ടുവരാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് പിന്നോട്ട് പോകല്ല. മഹാനവറുകൾ പറയുകയാണ്, രണ്ടാമതായി മോനെ, നീ ഭക്ഷണം കഴിക്കുമ്പോ കണ്ടനാളം സൂക്ഷിക്കണേ. അമിതമായി നീ ഭക്ഷണം കഴിക്കല്ല. നിന്റെ വയറിനൊരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. തൊണ്ടയിലേക്ക് ഭക്ഷണം എത്തുന്ന രൂപത്തില് നീ ഭക്ഷണം കഴിക്കല്ല. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുകയാണ്, ഹറാമായ ഭക്ഷണം സൂക്ഷിക്കണേ. കഴിക്കുന്ന ഭക്ഷണം മുഴുവനും ഹലാലായ ഭക്ഷണമാകണേ. നിന്റെ മക്കൾക്ക്, നിന്റെ ഭാര്യക്ക് നീ കൊടുക്കുന്ന ഭക്ഷണോ അത് അല്ലാഹു ഇഷ്ടപ്പെട്ട ഹലാലായ ഭക്ഷണമായിരിക്കണേ. മൂന്നാമതായി ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, 4000 നബിമാർക്ക് ഖിദ്മത്ത് ചെയ്തപ്പോ അവരിൽ നിന്ന് കിട്ടിയ മൊഴിമുത്തുകളിൽ മൂന്നാമത്തേത്, മോനെ, ജനങ്ങൾക്കിടയിലെ മറ്റൊരാളുടെ വീട്ടിലായിരിക്കുമ്പോ നിന്റെ കണ്ണുകളെ നീ സൂക്ഷിക്കണേ. നിന്റെ കണ്ണ് നീ സൂക്ഷിക്കണേ. നീ വേറൊരാളുടെ വീട്ടിലാണ് എന്ന ബോധം നിനക്ക് വേണമെന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു നമ്മളോട് ഉപദേശം പറയുകയാണ്. മാഷാ അല്ലാഹ്, എത്ര വലിയ ഉപദേശങ്ങളാണ്. അല്ലാഹുവേ, ഹറാമിനെ തൊട്ട് കാത്തു സൂക്ഷിക്കുന്ന കണ്ണുകളാക്കണേ അല്ലാ. അന്യ പെണ്ണിന്റെ നഗ്നത കാണുന്ന കണ്ണുകളാക്കല്ലേ അല്ലാ. അന്യ പുരുഷന്റെ നഗ്നത കണ്ട് ആസ്വദിക്കുന്ന കണ്ണുകളായി ഞങ്ങളെ കണ്ണുകളെ നീ മാറ്റല്ലേ അല്ലാ. സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ, സൂക്ഷിക്കണേ മോനെ, മോളെ. രാത്രി കിടന്നുറങ്ങുമ്പോ അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ ആരുമില്ല എന്ന് ചിന്തിക്കല്ല. എല്ലാം കാണുന്ന, നിയന്ത്രിക്കുന്ന രാജാതിരാജനായ റബ്ബിന്റെ കാഴ്ചയിലാണ് നമ്മള്, നിയന്ത്രണത്തിലാണ് നമ്മള് എന്ന ബോധം മറന്നു പോകല്ല. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു അഞ്ചാമതായി പറയുകയാണ്, മോനെ, ജനങ്ങൾക്കിടയിലായിരിക്കെ നിന്റെ നാവിനെ നീ സൂക്ഷിക്കണേ. ഗീബത്ത് പറയല്ല, നമീമത്ത് പറയല്ല. സുബ്ഹാനല്ലാഹ്,
വലിയ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഞാൻ അതാ ഖബറിന്റെ സമീപത്തുകൂടെ നടക്കുമ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് വലിയ ശബ്ദങ്ങൾ കേൾക്കുകയാണ്. വേദനിപ്പിക്കുന്ന ശബ്ദങ്ങളാണ്. രണ്ട് ഈത്തപ്പന മരത്തിന്റെ തതേം തൊന്നകന്നത് പച്ച തണ്ടുകൾ എടുത്തിട്ട് രണ്ട് ഖബറിന്റെ സമീപത്ത് നാട്ടുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ല, നബിയേ, എന്താണ് നബിയേ തങ്ങൾ ചെയ്യുന്നത്? യാ റസൂൽ, യാ സ്വഹാബ, ഈ സ്വഹാബത്ത് ഖബറിലെ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. സ്വഹാബ, എന്താണ് നബിയെ ശിക്ഷ അനുഭവിക്കാനുള്ള കാരണം? ഒരാളെ മൂത്രമൊഴിച്ചിട്ട് നന്നായി മനോഹരിക്കുമായിരുന്നില്ല. സൂക്ഷിക്കണേ പെങ്ങളെ, സൂക്ഷിക്കണേ സഹോദരാ. ഫാനിട്ട് ഇങ്ങനെ മൂത്രമൊഴിച്ചിട്ട് ഓടിപ്പോകലല്ല. അല്ലെങ്കിൽ വീടുകളിലെ, അതേ വീടുകളിലെ ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാത്റൂമുകളാണ്. അവിടെ മൂത്രമൊഴിക്കുമ്പോ നന്നായി വൃത്തിയാക്കണം. അതെ, ആ നിലവും ആ ബാത്റൂം മുഴുവനും വൃത്തിയാക്കണോ. ഓരോ വീട്ടിലെ ഉമ്മമാരും ശ്രദ്ധിക്കണേ, സഹോദരിമാരും ശ്രദ്ധിക്കണേ. യാതൊരു ലെവലുമില്ലാത്ത രൂപത്തിലാണ് ഒരു വീട്ടിൽ ഒരു ബാത്റൂം ഉണ്ടെങ്കിൽ ആ ബാത്റൂം നല്ല വൃത്തിയിൽ കാത്തു സൂക്ഷിക്കണം. അവിടെ നജസ്സുകൾ കെട്ടിക്കിടക്കാൻ പാടില്ല. ആ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ചെരുപ്പ് ധരിച്ചുകൊണ്ട് തന്നെ നിസ്കാരപ്പായിലേക്ക് വരുന്ന രൂപമുണ്ടാകണം. ചെറിയ നിസ്സാരമായ ഒരു കാര്യമായി നിങ്ങൾ നജസ്സിനെ വൃത്തിയാക്കുന്നത് നിങ്ങൾ കാണരുത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഖബറിലെത്തിയപ്പോ ആദ്യത്തെ ശിക്ഷ അതിന്റെ പേരിലാണെന്ന് നിങ്ങൾ ഓർക്കണം. മശറാവൻ സഭയിലെത്തുമ്പോ ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെ കുറിച്ചാണ്. പക്ഷേ ഖബറിലെത്തിയാൽ ആദ്യത്തെ ശിക്ഷകൾ ആരംഭിക്കുന്നത് അത് ശരീരം നജസ്സിൽ നിന്ന് വൃത്തിയാക്കാത്തതിന്റെ പേരിലാണ്. നന്നായി വൃത്തിയാക്കണം. എല്ലാ വീടുകളും വൃത്തിയാകണം. ആ വീടുകളിലെ ബാത്റൂമുകൾ വൃത്തിയാവണം. അതിലെ രക്ഷിതാക്കളും വീട്ടിലുള്ളവരും ഉമ്മമാരും സഹോദരിമാരും പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വന്തം ശരീരം അത് നജസ്സിൽ നിന്ന് പൂർണ്ണമായി വൃത്തിയാകണം. അങ്ങനെ വൃത്തിയായില്ല എങ്കിൽ, മൂത്രമൊഴിച്ച് നന്നായി മനോഹരിച്ചില്ല എങ്കിൽ അല്ലാഹുവിന്റെ ആ ഖബറിൽ ആദ്യത്തെ ശിക്ഷയ്ക്ക് നമ്മൾ വിധേയരാകേണ്ടി വരും. അതൊരു നിസ്സാരമായ കാര്യമല്ല. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല് പറയാൻ, സ്വഹാബ അറിയുമോ രണ്ടാമത്തെ മനുഷ്യൻ ആരാണെന്നറിയുമോ? അയാള് നമീമത്ത് പറഞ്ഞയാളാണ്, നമ്മാമാണ്. അയാളുടെ നാവ് കൊണ്ട് പരദൂഷണം പറഞ്ഞവനാണ്. സൂക്ഷിക്കണേ. ജനങ്ങൾക്കിടയിലായിരിക്കുമ്പോ നല്ല രസമാണ് അന്യനെ കുറിച്ച് പറയാനേ. നല്ല രസമുണ്ടാവും. അന്യന്റെ ഇറച്ചി ഇങ്ങനെ തിന്നുമ്പോ പ്രത്യേകമായൊരു സുഖമുണ്ടാകും. ആ സുഖം നമ്മൾ ഉപേക്ഷിക്കണമെന്നാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു 4000 അമ്പിയാക്കൾക്ക് ഖിദ്മത്ത് എടുത്തിട്ട് അവരിൽ നിന്നെല്ലാം കിട്ടിയ 8 ഉപദേശങ്ങളെ മഹാനവറുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ചിന്തിച്ചു നോക്ക്. 4000 നബിമാർക്ക് ഖിദ്മത്ത് എടുത്തിട്ട് അവരിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഉപദേശങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ, അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതല്ലേ. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, മോനെ, 2 കാര്യങ്ങൾ ഏത് സമയവും നീ ഓർക്കണേ, 2 കാര്യങ്ങൾ മറക്കണേ. ഏതാണ് 2 കാര്യം? ഒന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്, ഒന്ന് മരണത്തെ കുറിച്ചുള്ള ചിന്തയാണ്. ഇത് എല്ലാ സമയവും നമ്മുടെ കൽബിൽ ഉണ്ടാകണം. അല്ലാഹുവിന്റെ തീരുമാനം വന്നാൽ ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് നാം. ഞാൻ ഇന്നും കണ്ടൊരു മരണത്തിന്റെ വല്ലാത്ത വേദനിക്കുന്ന ഒരു കാഴ്ച. കാഞ്ഞങ്ങാട് കോയാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രി സമയത്ത് നടന്ന
വലിയ ഒരു അപകടം. ആ അപകടത്തിൽ ബൈക്കിലൂടെ വരുന്ന ഒരു സഹോദരൻ ഒരു കാറ് റോങ് സൈഡിലൂടെ വന്ന് തട്ടിത്തെറിപ്പിക്കുകയാണ്. ആ CCTV ദൃശ്യത്തില് ആ ചെറുപ്പക്കാരൻ ആ മരണത്തെ മുന്നിൽ കാണുന്ന സമയത്ത് അയാൾ ഇങ്ങനെ ആ CCTVയിൽ നമുക്കതിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാം. അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, അയാൾ മരണത്തെ മുഖാമുഖം കാണുകയാണ്. അയാളുടെ ശരീരം മുഴുവനും തകർന്നു പോയിട്ടുണ്ട്. അയാൾ പറയുന്നത് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചൊല്ലുകയാണ്. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരട്ടെ. ഏത് സമയവും മരിക്കാം, എപ്പോഴും എന്തും സംഭവിക്കാം. നാളെ ഈ മജ്ലിസ് നടത്താൻ ഈ വിനീതൻ ഉണ്ടാകുമോ? അല്ലാഹുവിന്റെ തീരുമാനമല്ലേ. അല്ലാഹു അലം. അല്ലാഹു നമുക്ക് ദീർഘായുസ്സ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ. അല്ലാഹുവിന്റെ തീരുമാനം വന്നാൽ നമ്മളെല്ലാവരും റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് വേണം. രണ്ട് കാര്യങ്ങൾ അത് എപ്പോഴും നമുക്കുണ്ടാവണം. എന്നിട്ട് മഹാനവറുകൾ പറയാൻ രണ്ട് കാര്യം അത് തീരെ ഉണ്ടാകാൻ പാടില്ല. അത് മറന്നു കളയണം. അതെന്താണ്? മറക്കേ